എന്റെ പേര് രാഹുൽ കുമാർ. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. രാഹുൽ, ഞാൻ ആക്ച്വലി ഒരു ബുദ്ധിസ്റ്റാണ്. ഞാൻ ഈ ഹിന്ദുയിസം ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഞാൻ ഹിന്ദു ഫാമിലിയിൽ ജനിച്ചത്, പക്ഷെ ഐ എം ഫോളോയിങ് ബുദ്ധിസം. Okay. So, but I like India and Hinduism. I'm not against Hinduism, but I against some of the things going on within Hinduism, like for example, casteism and all these kind of things. Okay. So, I'm not completely against Hinduism, because Hinduism is the only religion doesn't propagate violence. Hello? ലാസ്റ്റ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറഞ്ഞേ. അതായത് ഹിന്ദുയിസത്തില് വയലൻസ്, നിങ്ങള് ഹിന്ദുയിസത്തിൽ നിന്ന് വിട്ടുപോയാല് അവരെ കൊല്ലണോ അതോ അവരെ ടോർച്ചർ ചെയ്യണോ അങ്ങനത്തെ ഒന്നുമില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രം ഞാൻ ഹിന്ദുയിസം കംപ്ലീറ്റ് ഞാൻ വെക്കുന്നില്ല. പക്ഷെ ഹിന്ദുയിസത്തിൽ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ജാതി, പിന്നെ ഒരുപാട് ആചാരങ്ങൾ. ആ ഒരു കാരണത്തിന് വേണ്ടി ഞാൻ ഹിന്ദുയിസം വിട്ടിട്ട് ബുദ്ധിസം. കുറച്ചു മുമ്പ് ഒരാള് മംഗലാപുരത്ത് നിന്ന് വിളിച്ചില്ലേ, ഇത് ഹിന്ദു രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞോണ്ട്. അത് വേറെ വിഷയം, പറഞ്ഞോ. അതെ, ഞാൻ കുറച്ച് കുട്ടികളുടെ ഇങ്ങനെ സംസാരിക്കാണ്. അത് ഓക്കെ, നമ്മൾ ആ വിഷയത്തിൽ ഉണ്ണിന്ന് സംസാരിക്കാനാണ് എനിക്കിഷ്ടം. അതായത് ഹിന്ദു രാജ്യമാണ് ഇത്. കാരണം 79.8% ഹിന്ദുക്കൾ ഉണ്ടല്ലോ ഇവിടെ. ഒരു മിനിറ്റ്, ഹിന്ദു രാജ്യമാണ്. പുള്ളി പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇന്ദിരാഗാന്ധി ആണല്ലോ സെക്യുലർ എന്ന് എഴുതി ചേർത്തത് എന്ന് പറഞ്ഞ പോലെ മോദി ഇന്ന് ഹിന്ദു രാഷ്ട്രം എന്ന് എഴുതി ചേർത്താൽ എന്താണ് അതിനോടുള്ള അഭിപ്രായം എന്നാണ് പുള്ളി ചോദിച്ചത്. അത് പറഞ്ഞല്ലോ, അത് ശരിയല്ല എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അല്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പൊ ഹിന്ദു രാജ്യത്തില് ഇപ്പൊ വേറെ മതങ്ങൾ ഇത്ര ഫ്രീഡം കൊടുക്കുന്ന രാജ്യം അത് പറയൂ. ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അംഗീകരിച്ചാ പോരാ, അതൊക്കെ എഴുതി വെക്കണം എന്തിനാ? അല്ല, എഴുതി എവിടെ എഴുതി വെച്ചാൽ എന്താ പ്രശ്നം? എഴുതി വെക്കണം എന്തിനാന്നാ ഞാൻ ചോദിക്കണത്. എഴുതി വെച്ചാൽ പ്രശ്നമാണോ? അല്ല, എഴുതി വെക്കുന്ന മോദി ഇങ്ങനെ പറഞ്ഞോ? എന്നാണ് പുള്ളി ചോദിച്ചത്. ഹൈപ്പോത്തറ്റിക്കൽ. അത് വിടൂ. നിങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, അത് വിടൂ. അല്ല, ഞാൻ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങൾ പറയൂ. എന്നാൽ അല്ല, ഹിന്ദു രാജ്യമാണ് ഇന്ത്യ. ആണല്ലോ, ഞാൻ ഹിന്ദു ആണല്ലോ. ഹിന്ദു രാജ്യമാണ്, ഹിന്ദു രാഷ്ട്രവുമാണ്. അതില് അത് അങ്ങനെ നിലനിൽക്കുന്ന എന്റെ ആഗ്രഹം. പക്ഷെ അതില് ഹിന്ദു രാഷ്ട്രം ആയാൽ എന്താണ് പ്രശ്നം എഴുതി വെക്കണമെന്ന് ചോദിച്ചാൽ, എഴുതി വെച്ചില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ഇവിടെ എഴുതി വെച്ചോണ്ട് മാത്രമാണോ ജനാധിപത്യം കൊണ്ട് നടക്കണത്? അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ ജനാധിപത്യ വിരുദ്ധനാണോ? ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ജനാധിപത്യമാണ് എന്ന് എഴുതിയതുകൊണ്ട് മാത്രമാണോ നിങ്ങൾ ജനാധിപത്യ വിശ്വാസിയായിട്ട് നിൽക്കുന്നത്? അല്ല, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഡെമോക്രസി ഹിന്ദു മതത്തിൽ മാത്രമാണ്, വേറെ ഒരു മതത്തിലില്ല. ഡെമോക്രസി എവിടുന്നാ ഉദയം ചെയ്തത്? ഡെമോക്രസി ഹിന്ദു മതത്തിലുണ്ട്. ഉദയം ചെയ്തത് ഐ ഡോണ്ട് നോ. അതറിയണ്ടേ? ഡെമോക്രസി ഈസ് ദേർ ഇൻ ഹിന്ദുയിസം. ഡെമോക്രസി എവിടുന്ന് ഉദയം ചെയ്തത്? ഡെമോക്രസി എവിടെയാണ് ഉദയം ചെയ്തത്? അതെന്താ, എന്ത് ക്വസ്റ്റ്യനാ? എന്ത് ക്വസ്റ്റ്യനാണോ? നല്ല ക്വസ്റ്റ്യൻ. Democracy is already there in Hinduism, but I agree there is casteism in Hinduism. കാസ്റ്റിസം ഉണ്ടെന്ന് നിങ്ങൾ ഒരു വശത്ത് പറയും, ഒരു വശത്ത് കാസ്റ്റിസം ഉണ്ടെന്ന് പറയും, ഒരു വശത്ത് കാസ്റ്റിസം ഉണ്ടെന്ന് പറയും. അതാണ് ഹിന്ദുമതത്തിന്റെ പ്രശ്നം എന്ന് പറയും. എന്നിട്ട് പിന്നെ സമാധാനിക്കും. ഏത് കാസ്റ്റിസം ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ലേ? വലിയ ഇമ്പാക്ട് ഒന്നും ആവുന്നില്ല. പിന്നെ എങ്ങനെയാ ബി.ജെ.പി കീപ് വിന്നിങ് നോർത്ത് ഇന്ത്യയിൽ മാത്രമാണോ ദളിത്? അല്ല, കേരളത്തിൽ മാത്രമാണോ ദളിത്? സൗത്ത് ഇന്ത്യയിൽ മാത്രമാണോ ദളിത്? നോർത്ത് ഇന്ത്യയിൽ എത്ര ദളിത് നിങ്ങൾ എന്തിനാ ബുദ്ധമതത്തിലേക്ക് പോയത്? വോട്ടുകളുണ്ട്. ഹിന്ദു മതത്തിൽ ഇൻഫോർമേഷൻ ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയണ കേൾക്കണില്ലേ? നിങ്ങൾ റേഡിയോ ആയാൽ ശരിയാവില്ല. ചോദിച്ചാൽ ഉത്തരം പറയും. ഈ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം ഹിന്ദു മതത്തിന്റെ മെയിൻ സാധനമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു വശത്ത് ഈ പറയുന്ന കാസ്റ്റീസ് ഉണ്ടെന്ന് പറയുന്നത് രണ്ടും കൂടി ചേരില്ല കോയ.
ഞാൻ കോയ നിങ്ങളൊരു ഹിന്ദു കോയയാണ്, ഒരു സംശയമില്ല. അപ്പൊ ചോദിച്ചാൽ ഉത്തരം പറയും. ഡെമോക്രസി ഹിന്ദു മതത്തിലുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായ ഈ കാസ്റ്റിസം ഹിന്ദു മതത്തിൽ ഉണ്ടായത്? ബുദ്ധിസം ഓൾസോ കംസ് അണ്ടർ ദ. നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയും. കാസ്റ്റിസം എന്ന് പറയുന്ന സാധനം ഒരു വശത്തുണ്ട് എന്ന് പറയുന്ന നിങ്ങൾ, അതാണ് ഹിന്ദുമതത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ, പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് ജനാധിപത്യവും ഈ പറയുന്ന ഹിന്ദുമതത്തിലാണെന്ന് പറയുന്നത്? രണ്ടും കൂടി ചേരൂല. ചേരുമല്ലോ. അതെങ്ങനെ ചേരുക? ഇത് രണ്ടല്ലേ? രാജാറാം മോഹൻ റോയ് ഒരു മിനിറ്റ് ഇതെങ്ങനെ ചേരാന്ന് പറയും ആദ്യം. ഒരു മിനിറ്റ്. രാജാറാം മോഹൻ റോയ് ഹിന്ദു ആണ്. അതിന് എന്ത് വേണം? അതായത് ചില ആചാരങ്ങൾ, അതായത് സതി എന്ന് പറഞ്ഞ ആചാരങ്ങൾ നിർത്തലാക്കി. ബട്ട് ഈ സ്റ്റിൽ റിമൈൻഡ് ആസ് എ ഹിന്ദു. അതുപോലെ തന്നെയാ ഞാനും ഇങ്ങനെ ജീവിക്കുന്നു. നിങ്ങൾ എന്ത് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു, അതിന്റെ പ്രശ്നമല്ല. പക്ഷെ ഈ ജനാധിപത്യം കണ്ടുപിടിച്ചത് ഹിന്ദുമതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഓവറാണ്. ജനാധിപത്യം കണ്ടുപിടിച്ചത് ഹിന്ദുമതം ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പറഞ്ഞത്? ഹിന്ദുമതത്തിൽ നിങ്ങൾ പറഞ്ഞത് ജനാധിപത്യം ഹിന്ദുമതത്തിൽ മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അത് തെറ്റാണ്. ലോകത്ത് ഈ ജനാധിപത്യം എന്ന് പറയുന്ന ലോകത്ത് ജനാധിപത്യം അങ്ങനെ നിങ്ങൾ കേൾക്കുക. ലോകത്ത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഒന്ന് പറയുന്ന കേൾക്കൂ. എന്റെ പൊന്ന് ഹിന്ദു കോയ കേൾക്കൂ, എന്റെ ബുദ്ധക്കോയ കേൾക്കൂ, ബുദ്ധക്കോയ കേൾക്കൂ, ബുദ്ധക്കോയ ഒന്ന് കേൾക്ക്, പറയുന്നത് കേൾക്കൂ. നിങ്ങൾ റേഡിയോ ആയാൽ ശരിയാവില്ല. ഓക്കെ, ഞാൻ വോളിയം കുറയ്ക്കുകയാണ്. പറയുന്നത് കേൾക്കൂ. ലോകത്ത് ഈ ഡെമോക്രസി എന്ന് പറയുന്ന സാധനം ഉരുത്തിരിഞ്ഞു വരുന്നതിൽ, അതൊരു സിസ്റ്റമാക്കി ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ക്രിസ്ത്യൻ ഡെമോക്രസിയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ് അത് വന്നത്. അപ്പോൾ അത് ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ഓവറാണ്. നിങ്ങൾ ഹിന്ദു മതത്തിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നാലൊന്നും നമ്മൾ വെറുതെ വിട്ടുതരില്ല. അത് വേറെ കാര്യം. അപ്പോൾ പിന്നെ നമ്മൾ പറയാനുള്ളത് പറയേണ്ടി വരും. ഇപ്പോൾ ഇസ്ലാമിൽ ജനാധിപത്യം ഇല്ലാന്ന് നമുക്കറിയാം. അത് ജനാധിപത്യ വിരുദ്ധമാണ്, ജനാധിപത്യത്തിനെതിരെ നിൽക്കുന്ന മതമാണ് ഈ പറയുന്ന ഇസ്ലാം. അത് അങ്ങനെയുള്ള സാധനത്തിന് എതിരാണ്. എന്നാൽ ഈ പറയുന്ന ഈ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ എന്താണ് സെക്യുലറിസം ആയാലും ഈ പറയുന്ന ഇങ്ങനെയുള്ള കോൺസെപ്റ്റ്, ഈ ഡെമോക്രസി ആയാലും, അത് ഉണ്ടാവുന്നതിൽ വലിയ പങ്ക് ആ ഒരു ക്രിസ്ത്യൻ ഡൊമൈനിലുണ്ടായിട്ടുള്ള ക്രിസ്ത്യൻ ഡെമോക്രസി പോലെയുള്ള മൂവ്മെന്റ്സിന് വലിയ പങ്കുണ്ട്. അങ്ങനെയാണ് അത് ആ ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്തു വരുന്നത്. ഇനി ഹിന്ദുമതമാണ് ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ അപ്പോസ്തലൻ എന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇതേ ഹിന്ദുമതത്തിൽ തന്നെയാണ് വലിയ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ബുദ്ധമതത്തിലേക്ക് പോയത്. അതെന്തിനാ പിന്നെ പോയത്? ഇതെനിക്ക് ചോദിച്ചിട്ട് മനസ്സിലാവാത്തത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ്, ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് നിങ്ങളുടെ പ്രശ്നം. അതിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുമതം, ബുദ്ധമതം എന്നൊക്കെ പറയും. ബുദ്ധമതവും ഈ പറയുന്ന പോലെ ഒരു നിഹിലിസ്റ്റിക് ആയിട്ടുള്ള ആക്ഷനാണ്, ഒരു ആശയമാണ്. എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല. പക്ഷെ ഇന്ത്യയിൽ ഈ പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഈ ഹിന്ദു മുസ്ലിം റൈവൽറി ഡെവലപ്പ് ചെയ്ത് വന്ന് ആ ഒരു രീതിയിൽ ഇന്ന് നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഡെവലപ്മെന്റൽ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ ഇന്നും പിന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു മുസ്ലിം ഇൻവേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഒരു മികച്ച ആകുമായിരുന്നു എന്നാണ് ഞാൻ പറയുക. കാരണം അങ്ങനെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഇവിടുത്തെ ഹിന്ദുമതം ഏത് മതവുമായിട്ടാണ് ഫൈറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധമതമായിട്ടാണ്. അപ്പോൾ ഹിന്ദുമതം വേഴ്സസ് ബുദ്ധമതം, ആ ഒരു ഫൈറ്റ് ആയിരുന്നു ഇന്ത്യ കാണേണ്ടിയിരുന്ന യഥാർത്ഥത്തിലുള്ള ഫൈറ്റ്. അതിനിടയിലേക്ക് ഇസ്ലാം മതം വന്നിട്ട് രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കുഴിച്ചുമൂടി. അതാണ് ഉണ്ടായത്. കുഴിച്ചുമൂടാൻ ശ്രമിച്ചു, പക്ഷെ അതിൽ സർവൈവ് ചെയ്തത് ഹിന്ദുമതമാണ്. അങ്ങനെ ഹിന്ദുമതം സർവൈവ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഹിന്ദുമതം ഒരു ഏകശിലാരൂപം, ഒരു മോണോലിത്തിക് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസിന് അതിലില്ലാത്തതിൻ്റെ പേരിലാണ്. അത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡുമാണ്, അതിൻ്റെ നെഗറ്റീവ് സൈഡും അത് തന്നെയാണ്. അതായത് അംബേദ്കർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹിന്ദുമതം ആളുകളെ ഡിവൈഡ് ചെയ്യുന്ന മതമാണ്, എന്നാൽ ഇസ്ലാം എന്ന് പറയുന്നത് ആളുകളെ യുണൈറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ ആ യൂണിറ്റിയുടെ പ്രശ്നം എന്താണ്? ദാറ്റ് യൂണിറ്റി എക്സിസ്റ്റ് ഓൺലി വിതിൻ ഒരു ക്ലോസ്ഡ് കോർപ്പറേഷൻ. അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ഉമ്മത്ത് സ്നേഹം മാത്രമാണ്. അതാണ് ഇസ്ലാമിന്റെ യൂണിറ്റിയുടെ പ്രശ്നം എന്ന് അംബേദ്കർ പറയുന്നു. പക്ഷേ ഹിന്ദുമതം ആളുകളെ ഡിവൈഡ് ചെയ്യുന്നു എന്നും അംബേദ്കർ തന്നെ പറയുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഒരു അടി ഇവിടെ നടന്നു. ഇനി അംബേദ്കർ ഒരു മതം തെരഞ്ഞെടുത്തു, ഹിന്ദുമത വിശ്വാസിയായിരുന്ന അംബേദ്കർ അത് ഉപേക്ഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്കല്ല പോയത്. അംബേദ്കർ പോയത് ബുദ്ധമതത്തിലേക്ക്. അത് പോകാനുള്ള കാരണം എന്താണ്? അതിൻ്റേതായിട്ടുള്ള വേറെ റീസൺസ് ആണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യയിൽ ഈ ഇസ്ലാമിക് ഇൻവേഷനും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ഈ ഇസ്ലാമൈസേഷൻ ഓഫ് പൊളിറ്റിക്സും നമ്മളെ സ്വാതന്ത്ര്യ സമരത്തെ പോലും ആ രീതിയിൽ വളച്ചുകൊണ്ട് പോയതൊക്കെയാണ് നമ്മളെ ഇതുപോലെ പിന്നോട്ടടിപ്പിച്ചതും. നമ്മൾ 10-70 വർഷമായിട്ട് അതിനെ ഫൈറ്റ് ചെയ്തിട്ട് ബാബറി മസ്ജിദും അതും എന്നൊക്കെ പറഞ്ഞ് ഇന്നും നമ്മൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത. ഇതിനെ നമ്മൾ മാറ്റി നിർത്തേണ്ട സമയം. ഇതൊരു ശല്യമാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ഇസ്ലാമൈസേഷൻ പൊളിറ്റിക്സ്. അപ്പോൾ അത് സംസാരിക്കുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതേപോലെ ഹിന്ദുമതത്തിനെ വെളുപ്പിക്കാമെന്നാണ് ഹിന്ദു കോയ ആയാലും ബുദ്ധൻ കോയ ആയാലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേവില്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഹിന്ദു കോയ ചെല്ലു. നമുക്ക് ഈ റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് സംസാരിക്കാൻ നമുക്ക് പറ്റില്ല. ഈ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതൽ പറയാനുണ്ടെങ്കിൽ അടുത്ത കോള് നിങ്ങൾ സമാധാനമായിട്ട് കേട്ടിട്ട് രണ്ട് ഭാഗവും പറയുന്നത് കേൾക്കാൻ സമാധാനം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഉത്തരം പറയാൻ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം.